മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ നിമിഷപ്രിയയുടെ വിഷയത്തിൽ താങ്കൾ രാജ്യസഭയിൽ ശക്തിയുക്തം വാദിച്ച ഒരാൾ MP ആണ്. അപ്പം 16-ാം തീയതിയാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ അവസാന നിമിഷമെങ്കിലും കാര്യക്ഷമമായിട്ട് കേന്ദ്ര സർക്കാർ ഇടപെടുമെന്ന് MP എന്ന നിലയിൽ താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ ഇന്ന് ഈ വിവരം അറിഞ്ഞിട്ട് വിദേശകാര്യമന്ത്രിക്ക് ഒരു വിശദമായിട്ടുള്ള കത്ത് അയച്ചിട്ടുണ്ട്. അതിൽ ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട വ്യവഹാരങ്ങൾ, ആശയവിനിമയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുകയും അന്താളിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം, നിമിഷപ്രിയ പ്രശ്നത്തെക്കുറിച്ച് പലതവണ മന്ത്രിയുടെയും മന്ത്രാലയത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഉറച്ച നിലപാടുകൾ സ്വീകരിക്കും, കഴിയുന്നതും വേഗം അവരെ റിലീസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നാണ് പറഞ്ഞത്. ഒരു ആക്ഷൻ കമ്മിറ്റി എത്ര വേണമെങ്കിലും ദിയാധനം സ്വരൂപിക്കാമെന്നും നൽകാമെന്നും പറഞ്ഞു. $40,000 വിദേശകാര്യ വകുപ്പിന് കൈമാറി. ആ പണം അങ്ങോട്ട് കൈമാറിയെന്നാണ് വിദേശകാര്യ വകുപ്പ് എനിക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത്. പക്ഷേങ്കിൽ ഫലപ്രദമായിട്ടുള്ള ഒരു ചുവടുവെപ്പും വിദേശകാര്യ വകുപ്പിൽ നിന്നുണ്ടാകില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നമ്മളിതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത്. ജൂലൈ 16-നാണ് വധശിക്ഷ നടപ്പിലാക്കുമെന്ന് പറയുന്നത്. ഇനിയും സമയമുണ്ട്. മാത്രമല്ല, പാർലമെൻറ്റിൻ്റെ തലത്തിൽ ഒരു നക്ഷത്ര ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം നൽകിയ മറുപടി, അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിൽ സഹമന്ത്രി നൽകിയ മറുപടിയിൽ ഞാൻ ശക്തമായ വിയോജിപ്പും പ്രതിഷേധവും രൂപപ്പെടുത്തിയിരുന്നു. സാധാരണ ഇതിലൊരു നക്ഷത്ര ചോദ്യം ഒരു MP കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. 2 ഉപചോദ്യങ്ങളിലൂടെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചില്ല, നിഷ്ക്രിയത്വവും നിസ്സംഗതയുമാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള മുഖമുദ്ര എന്നുള്ള കാര്യം ഞാൻ വരച്ചു കാട്ടിയിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ചത്, കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ഫെബ്രുവരി മാസമാണ് ഈ വിഷയം ഉന്നയിച്ചത് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ദ്രുതഗതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മറ്റ് രാജ്യങ്ങൾ പോലും, യഥാർത്ഥത്തിൽ ഇന്ത്യയുമായി സൗഹൃദം പങ്കുവെക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇറാന് യമൻ്റെ മുകളിൽ ഒരു നിയന്ത്രണമുണ്ട്, അതല്ലെങ്കിൽ സൗഹൃദപരമായിട്ടുള്ള ഒരു സമ്പർക്കമുണ്ട്. ഇറാൻ്റെ മന്ത്രി തന്നെ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഈ വിഷയത്തിൽ വേണമെങ്കിൽ ഞങ്ങൾ ഇടപെടാമെന്ന് പറഞ്ഞിരുന്നു. അക്കാര്യം പോലും ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു പാർലമെൻറ്റിൻ്റെ തലത്തിൽ. അപ്പോൾ ഈ വക അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദൗർഭാഗ്യകരമായൊരു സാഹചര്യത്തിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുമെന്നുള്ള ചിന്തയിലായിരുന്നു ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ നടുക്കുന്ന വാർത്തയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയും ദിവസങ്ങളുണ്ട്. ഇനി ഒരു നിമിഷം പോലും വൈകാതെ കൃത്യമായ രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഹതഭാഗിയായ സ്ത്രീയെ മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മന്ത്രിക്ക് ഞാൻ കത്തെഴുതിയിരിക്കുന്നത്.